ഇന്ന് എന്നെ സംബന്ധിച്ച് തീർത്തും നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ ഇടിയിറച്ചി. എത്ര പേര് ഇതിൻ്റെ രുചി അറിഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഒരിക്കൽ കഴിച്ചിട്ടുള്ളവർ ഒരിക്കലും മറക്കില്ലാത്തൊരു രുചി തന്നെയാണ് ഇടിയിറച്ചിയുടെ. എൻ്റെ കുട്ടിക്കാലത്ത് അമ്മ വീട്ടിൽ മമ്മിയുടെ അമ്മ ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഉച്ചയ്ക്ക് ഊണിന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി തരുന്ന ഒരു ഐറ്റമായിരുന്നു ഇത്. കുറേ കാലങ്ങൾക്ക് ശേഷം അടുത്ത ഇടയ്ക്കാണ് എനിക്ക് വീണ്ടും ഇടിയിറച്ചി കിട്ടിയത്. പണ്ട് കാലങ്ങളിൽ വീട്ടിൽ ഉണക്കിയെടുക്കുന്ന അതേ രീതിയിൽ തന്നെ ട്രഡീഷണലായിട്ട് ഉണക്കിയെടുത്തിരിക്കുന്നതാണ് ഈ ഇറച്ചി. വേണ്ടവർക്ക് കോൺടാക്ട് നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ഇടിയിറച്ചി വെള്ളം തിളച്ച് കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം അതിനകത്തിട്ടൊരു 30 മിനിറ്റ് നേരം ഒന്ന് കുതിരാനായിട്ട് വെക്കാം. അതിനുശേഷം കല്ലിലിട്ട് ചതച്ചെടുക്കുന്നതാണ് ഏറ്റവും രുചി. കല്ലിൽ ചതച്ചെടുക്കാൻ സൗകര്യമില്ലാത്തവർ മിക്സിയുടെ ജാറിലിട്ട് ഇതുപോലെ ഒന്നങ്ങ് പൾസ് ചെയ്തെടുത്താൽ മതി. ഇനി എണ്ണ ചൂടായി കഴിയുമ്പോൾ കുഞ്ഞുള്ളി, വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇത്രയും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. കളറൊന്ന് മാറി തുടങ്ങുമ്പോൾ നമുക്കതിലേക്ക് കറിവേപ്പിലയും ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്ന ഉണക്കമുളകും ചേർത്ത് നന്നായിട്ട് തന്നെ മൂപ്പിച്ചെടുക്കാം. ഇതിൻ്റെ കളറ് മാറിക്കഴിയുമ്പോൾ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി ചേർത്ത് ചെറു തീയിൽ വെച്ച് നന്നായിട്ട് തന്നെ മുരിച്ചെടുക്കണം. ഇറച്ചിയൊക്കെ നന്നായിട്ടൊന്ന് മുരിഞ്ഞു തുടങ്ങുന്ന സമയത്ത് നമുക്കതിലേക്ക് 1 സ്പൂൺ മുളക് പൊടിയും 1/2 സ്പൂൺ ഗരം മസാലയും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം. ചെറു തീയിൽ തന്നെ വെച്ചിട്ട് റെഡിയാക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. ഇനി ഇതിലേക്ക് 2 കാര്യങ്ങളും കൂടെ ചേർക്കാം. കുറച്ച് പെരിഞ്ജീരകം ചതച്ചതും കുരുമുളക് പൊടിയും. ഇത് രണ്ടും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ നമ്മുടെ ഇടിയിറച്ചി റെഡിയാണ്. അപ്പോൾ ഒരിക്കലെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.